ഓം ശാന്തി 7-3-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയുടെ കർത്തവ്യമാണ് മുൾക്കാടിനെ ഇല്ലാതാക്കി പൂന്തോട്ടം ഉണ്ടാക്കുക എന്നത്. ഇതിലൂടെ തന്നെയാണ് നമ്പർ 1 ഫാമിലി പ്ലാനിംഗ് നടക്കുന്നത്. ചോദ്യം: ഫാമിലി പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ് ശാസ്ത്രം ഏതാണ്? എങ്ങനെ? ഉത്തരം: ഗീതയാണ് ഫാമിലി പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ് ശാസ്ത്രം. കാരണം ഗീതയിലൂടെ തന്നെയാണ് ബാബ അനേക അധർമ്മങ്ങൾ ഇല്ലാതാക്കി ഒരു ധർമ്മം സ്ഥാപിച്ചത്. കാമം മഹാശത്രുവാണ് എന്ന ഭഗവാന്റെ മഹാവാക്യം ഗീതയിൽ തന്നെയാണ് ഉള്ളത്. കാമമാകുന്ന ശത്രുവിനെ ജയിക്കുമ്പോൾ സ്വതവേ തന്നെ ഫാമിലി പ്ലാനിംഗ് നടക്കുന്നു. ഇത് ഒരു ബാബയുടെ മാത്രം കർത്തവ്യമാണ്, ഒരു മനുഷ്യന്റെയും അല്ല. ഓം ശാന്തി. ശിവഭഗവാൻ ഉച്ചരിക്കുന്നു. ബാബയിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. തീർച്ചയായും ഈ ലോകത്തിനെ ആസുരീയ ലോകം എന്ന് വിളിക്കും. പുതിയ ലോകത്തെ ദൈവിക ലോകം എന്നും വിളിക്കും. ദൈവിക ലോകത്തിൽ വളരെ കുറച്ചു മനുഷ്യരായിരിക്കും ഉണ്ടാവുക. ഈ രഹസ്യവും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഫാമിലി പ്ലാനിങ്ങിന്റെ മന്ത്രിക്കും മനസ്സിലാക്കി കൊടുക്കണം. ഫാമിലി പ്ലാനിംഗ് എന്നത് ഗീതയിൽ പറയുന്നതനുസരിച്ച് ഒരു ബാബയുടെ തന്നെ കടമയാണ്. ഗീതയെ സർവരും മാനിക്കുന്നുണ്ട്. ഗീത തന്നെയാണ് ഫാമിലി പ്ലാനിങ്ങിന്റെ ശാസ്ത്രം. ഗീതയിലൂടെ തന്നെയാണ് ബാബ പുതിയ ലോകം സ്ഥാപിക്കുന്നത്. ഇത് സ്വാഭാവികമായും ഡ്രാമ അനുസരിച്ച് ബാബയുടെ പാർട്ട് അടങ്ങിയിട്ടുള്ളതാണ്. ബാബ തന്നെയാണ് വന്ന് ആദി സനാതന ദേവി ദേവതാ ധർമ്മം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ പവിത്ര രാജ്യം സ്ഥാപിക്കുന്നത്. സ്വയം ദേവി ദേവതാ ധർമ്മത്തിലേതാണ് എന്ന് പറയുന്നു. ഗീതയിൽ ഭഗവാൻ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ വരുന്നത് തന്നെ ഒരു ധർമ്മം സ്ഥാപിക്കുവാനും മറ്റ് സർവ അനേക ധർമ്മങ്ങളുടെ വിനാശം ചെയ്യുവാനും വേണ്ടിയാണ്. ഇതിലൂടെ ഫാമിലി പ്ലാനിംഗ് നമ്പർ 1 തീരും. സൃഷ്ടി മുഴുവൻ ജയ ജയ ആരവം മുഴങ്ങും. പിന്നെ ഒരു ആദി സനാതന ധർമ്മത്തിന്റെ സ്ഥാപനയും ഉണ്ടാകും. ഇപ്പോൾ വളരെയധികം മനുഷ്യരായത് കാരണം വളരെയധികം അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. അവിടെയുള്ള പക്ഷികളും മൃഗങ്ങളും തുടങ്ങി സർവ്വതും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. അവയെ കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം തോന്നും. ഭയപ്പെടേണ്ട കാര്യമേയില്ല. ബാബയിരുന്ന് മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ എന്നെ വിളിച്ചത് തന്നെ ഇതിനു വേണ്ടി ആയിരുന്നു. വന്ന് ഫാമിലി പ്ലാനിംഗ് ചെയ്യൂ. അർത്ഥം, പതീത കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുപോകൂ, പവിത്ര കുടുംബം സ്ഥാപിക്കൂ. നിങ്ങൾ സർവരും പറഞ്ഞിരുന്നു, ബാബ വന്ന് പതീത ലോകത്തെ ഇല്ലാതാക്കി പുതിയ പാവന ലോകം ഉണ്ടാക്കൂ. ഇത് ബാബയുടെ തന്നെ പ്ലാനിംഗ് ആണ്. കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നും. ലക്ഷ്മി നാരായണനെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷം തോന്നാറുണ്ടല്ലോ അല്ലേ? അവിടെ ഏതുപോലെയാണോ രാജാവും റാണിയും, അതുപോലെ പ്രജകളെല്ലാം തന്നെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഈ ഫാമിലി പ്ലാനിങ്ങിന്റെ യുക്തി ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. പാരലൗകിക അച്ഛൻ സത്യുഗി പ്ലാനിംഗ് ഫസ്റ്റ് ക്ലാസ്സായി ചെയ്യുന്നു. മുള്ളുകാടിനെ തന്നെയാണ് നശിപ്പിക്കുന്നത് എന്നത് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മുഴുവൻ ലോകത്തിനും തീ പിടിച്ചിരിക്കുകയാണ്. ഇത് ബാബയുടെ തന്നെ കർത്തവ്യമാണ്. നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. എത്ര വേണമെങ്കിലും പരിശ്രമിച്ചോളൂ, ആർക്കും വിജയിക്കുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഏത് കാമവികാരത്തിനെയാണോ നിങ്ങൾ മിത്രമാണെന്ന് വിചാരിച്ചിരുന്നത്, അത് വളരെ വലിയ ശത്രുവാണ്. ധാരാളം പേർ അതിന്റെ മിത്രമാകാറുണ്ട്. ബാബ ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്, നിങ്ങൾ ഇതിനെ ജയിക്കൂ. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കൂ. ബാബ പറയുന്നു,
കാമം മഹാശത്രുവാണ്. ഫാമിലി പ്ലാനിംഗ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പാവങ്ങൾക്ക് അറിയില്ല. ഡ്രാമയനുസരിച്ച് ഇത് കൽപ്പകൽപ്പം ബാബ ചെയ്യുകയാണ്. വീണ്ടും ഇത് സംഭവിക്കുക തന്നെ വേണം. സത്യയുഗത്തിൽ വളരെ കുറച്ചു മനുഷ്യരായിരിക്കും ഉണ്ടാകുക. അതിൽ ചിന്തിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ബാബ പ്രായോഗികമായി ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ എത്രമാത്രം തലയിട്ടടിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്കും മനസ്സിലാക്കി കൊടുക്കൂ, ഇപ്പോഴത്തെ സ്വഭാവം എത്ര മോശമാണ്. ദേവതകളുടെ സ്വഭാവം എത്ര നല്ലതായിരുന്നു. നിങ്ങൾ നിശ്ചിന്തരായിരുന്ന് വാണി കേൾപ്പിക്കൂ. ഇത് ഏതെങ്കിലും മിനിസ്റ്ററിന്റെ കർത്തവ്യമല്ല എന്നത് പറഞ്ഞുകൊടുക്കൂ. ഇത് വളരെ ഉയർന്ന ബാബയുടെ കർത്തവ്യമാണ്. ഈ ദേവതകളുടെ രാജ്യത്തിൽ ഒരു ധർമ്മവും ഒരു രാജ്യവും ഒരു ഭാഷയുമാണ് ഉണ്ടായിരുന്നത്. എത്ര കുറച്ചു മനുഷ്യരാണുണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള യുക്തിയോടുകൂടി സംസാരിക്കുവാൻ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാവൂ. അത്രയ്ക്ക് യുക്തിയില്ല. അവർക്ക് ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം കാണിച്ചു കൊടുക്കണം. ഈ ഫാമിലി പ്ലാനിംഗ് ബാബ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ രാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം സദാ മുൻഭാഗത്ത് വെക്കൂ. പിന്നെ ലൈറ്റുകളും ഇടൂ. പ്രഭാതഭേരിയിൽ ഈ ട്രാൻസ്ലൈറ്റ് ചിത്രം ഉണ്ടായിരിക്കണം. വ്യക്തമായി ആർക്കും കാണുവാൻ സാധിക്കണം. നമ്മൾ ഫാമിലി പ്ലാനിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയൂ. രാജാവും റാണിയും ഏതുപോലെയാണോ അതുപോലെ ആയിരിക്കും പ്രജകളും. ദൈവിക വംശം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി സർവ്വതും നശിക്കും. നിങ്ങൾ വിളിക്കുന്നുമുണ്ട്, അല്ലയോ പതിത പാവന, വരൂ, നമ്മളെ പാവനമാക്കൂ. അത് ബാബയ്ക്ക് തന്നെയാണ് ആക്കുവാൻ സാധിക്കുക. ഒരു ദേവീ ദേവതാ ധർമ്മം തന്നെയാണ് പാവനമായിട്ടുള്ളത്. ബാക്കി സർവ്വതും നശിക്കുന്നു. ശിവബാബയുടെ കയ്യിൽ തന്നെയാണ് ഈ പ്ലാനിംഗ് ഉള്ളത് എന്ന് പറയൂ. സത്യുഗത്തിൽ ഈ പ്ലാനിംഗ് ആണ് ഉള്ളത്. അവിടെ ദേവതാ വംശം തന്നെയാണ്. ശൂദ്രർ ഉണ്ടായിരിക്കില്ല. ഇത് വളരെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള പ്ലാനിംഗ് ആണ്. ബാക്കി സർവധർമ്മവും നശിക്കും. ഈ ബാബയുടെ പ്ലാനിംഗ് വന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ ഈ കാര്യം കേട്ട് ധാരാളം പേർ നിങ്ങളിൽ അർപ്പണമാകും. ഈ മന്ത്രിമാർക്ക് എങ്ങനെ നിർവികാരി പ്ലാനിംഗ് ചെയ്യുവാൻ സാധിക്കും? ബാബ വളരെ ഉയർന്ന ഭഗവാൻ വരുന്നത് തന്നെ ഈ പ്ലാനിംഗ് ചെയ്യുവാൻ വേണ്ടിയാണ്. ബാക്കി സർവ അനേക ധർമ്മങ്ങളെയും ഇല്ലാതാക്കുന്നു. ഈ കാര്യം പരിധിയില്ലാത്ത അച്ഛന്റെ കൈകളിലാണ്. പഴയ വസ്തുവിനെ പുതിയതാക്കുന്നു. ബാബ പുതിയ ലോകം സ്ഥാപിച്ച് പഴയതിന്റെ വിനാശം നടത്തുന്നു. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. മനസ്സിലാക്കി കൊടുക്കണം സഹോദരിമാരെ, സഹോദരങ്ങളെ. ഈ സൃഷ്ടി ചക്രത്തിന്റെ ആദി മധ്യ അന്ത്യത്തെ നിങ്ങൾ അറിയുന്നില്ല. ബാബ പറഞ്ഞു തരുന്നു. സത്യയുഗത്തിന്റെ ആരംഭത്തിൽ ഇത്രയും മനുഷ്യരായിരിക്കും ഉണ്ടാവുക. ഫാമിലി പ്ലാനിങ്ങിന്റെ കാര്യമൊന്നും ഇല്ല. ആദ്യം നിങ്ങൾ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ മനസ്സിലാക്കൂ. സദ്ഗതി ദാതാവ് ബാബ തന്നെയാണ്. സദ്ഗതി അർത്ഥം സത്യയുഗത്തിലെ മനുഷ്യൻ. ആദ്യമാദ്യം ഈ ദേവതകൾ വളരെ കുറച്ചു പേരായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ധർമ്മമായിരുന്നു. ബാബ പൂക്കളുടെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള പ്ലാനിംഗ് നടത്തുന്നു. കാമം മഹാശത്രുവാണ്. ഇന്നത്തെ കാലത്ത് ഇതിനു വേണ്ടി പ്രാണൻ പോലും നൽകുന്നു. ഒരാൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ വീട്ടിൽ വളരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് മോശമായ ലോകമാണ്. സർവരും പരസ്പരം മുള്ളുകൊണ്ട് കുത്തുന്നു. സത്യയുഗത്തിൽ പൂക്കളുടെ മഴ പെയ്യും. വിചാരസാഗര മനനം ചെയ്യൂ.
ബാബ സൂചനകൾ തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇതിനെ റിഫൈൻ ചെയ്യൂ. പല പല പ്രകാരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഡ്രാമ അനുസരിച്ച് എന്താണോ സംഭവിക്കുന്നത് അത് ശരിയാണ്. ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുക എന്നതും വളരെ സഹജമാണ്. സർവരുടെയും ശ്രദ്ധ ബാബയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. ഇത് ബാബയുടെ തന്നെ കർത്തവ്യമാണ്. ബാബ മുകളിലിരുന്നു കൊണ്ട് ഈ കർമ്മം ചെയ്യില്ല. എപ്പോൾ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ, ആസുരീയ രാജ്യമാകുന്നുവോ, അപ്പോൾ വന്ന് ഈ സർവ്വതിനെയും ഇല്ലാതാക്കി ദേവീ രാജ്യം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നു. മനുഷ്യർ അജ്ഞാനമാകുന്ന നിദ്രയിൽ ഉറങ്ങുകയാണ്. ഇതെല്ലാം നശിക്കും. നിർവികാരി ആകുന്നവരുടെ ഫാമിലിയാണ് വന്ന് രാജ്യം ഭരിക്കുന്നത്. ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് പാടുന്നുണ്ട്. എന്തിന്റെയാണ്? ഈ കുടുംബത്തിന്റെ. ഈ പ്ലാനിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മകുമാർ കുമാരിമാർ പവിത്രമാവുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പവിത്ര ലോകവും ആവശ്യമാണ്. ഈ പുരുഷോത്തമ സംഗമയുഗം വളരെ ചെറുതാണ്. ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ എത്ര നല്ല പ്ലാനിംഗ് ആണ് ചെയ്യുന്നത്. ബാബ സർവരുടെയും കണക്കുകൾ പൂർത്തിയാക്കിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇത്രയും അഴുക്കുകളൊന്നും അങ്ങോട്ട് കൊണ്ടുപോവില്ല. മോശമായ ആത്മാക്കൾക്ക് പോവാൻ സാധിക്കില്ല. അതുകൊണ്ട് ബാബ വന്ന് പുഷ്പങ്ങളാക്കി കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിചാരസാഗര മനനം ചെയ്യൂ. നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ ഒരു ധർമ്മം സ്ഥാപിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫാമിലി പ്ലാനിംഗ് ചെയ്തത് ആരാണ്? ബാബ പറയുന്നു, ഞാൻ കൽപ്പത്തിനു മുമ്പെന്ന പോലെ തന്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പതീതമായ ഫാമിലിയിൽ നിന്ന് മാറ്റി പാവനമായ ഫാമിലി സ്ഥാപിക്കൂ എന്നതിനു വേണ്ടി തന്നെയാണ് വിളിക്കുന്നത്. ഈ സമയം സർവരും പതീതമാണ്. വിവാഹങ്ങൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ചിലവാക്കുന്നു. എത്രമാത്രം സന്തോഷിക്കുന്നു. പവിത്രമാകുന്നതിന് പകരം വീണ്ടും പതീതമായി മാറുന്നു. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ഈ ഈശ്വരീയ ജോലി ചെയ്യണം. സർവർക്കും മനസ്സിലാക്കി കൊടുക്കണം. സർവരും ആസുരീയ നിദ്രയിൽ ഉറങ്ങുകയാണ്. അവരെ ഉണർത്തണം. സുന്ദരമായി മറ്റുള്ളവരെയും ആക്കണം. അപ്പോൾ ബാബയുടെ പ്രിയപ്പെട്ടവരുമാകും. സേവനം ചെയ്തില്ല എങ്കിൽ എന്ത് ലഭിക്കും? ചിലർ ചക്രവർത്തിമാരാകുന്നു. അപ്പോൾ തീർച്ചയായും നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. മോശമായ കർമ്മം ചെയ്യുന്നതിലൂടെ മോശമായ ജന്മം ലഭിക്കുന്നു. കർമ്മങ്ങളുടെ ഗതി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ നല്ല കർമ്മം ചെയ്യുവാൻ പഠിപ്പിക്കുന്നു. മുൻ ജന്മത്തിന്റെ കർമ്മങ്ങൾ അനുസരിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് അവിടെയും അറിവുണ്ടായിരിക്കും. എന്ത് കർമ്മമാണ് ചെയ്തത് എന്നറിവുണ്ടായിരിക്കില്ല. കർമ്മം എന്ന് പറയുന്നു. എത്രത്തോളം നല്ല കർമ്മം ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവി നേടുന്നു. ഉയർന്ന കർമ്മങ്ങളിലൂടെ തന്നെയാണ് ഉയർന്നവരാകുന്നത്. നല്ല കർമ്മം ചെയ്യുന്നില്ല എങ്കിൽ അടിച്ചുവാരുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നു. കർമ്മങ്ങളുടെ ഫലം എന്ന് പറയാറുണ്ടല്ലോ. ശ്രീമതത്തിലൂടെ നല്ല കർമ്മം ചെയ്യുന്നു. ചക്രവർത്തി എവിടെയിരിക്കുന്നു? ദാസദാസിമാർ എവിടെയിരിക്കുന്നു? ബാബ പറയുന്നു, ഇപ്പോൾ അച്ഛനെ പിന്തുടരൂ. എന്റെ മതമനുസരിച്ച് നടക്കുകയാണെങ്കിൽ ഉയർന്ന പദവി നേടും. ബാബ സാക്ഷാത്കാരവും ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ മമ്മയും ബാബയും കുട്ടികളുമൊക്കെ ഇത്രയും ഉയർന്നവരാകുകയാണ്. ഇതും കർമ്മമല്ലേ? ധാരാളം കുട്ടികൾ കർമ്മങ്ങളെ മനസ്സിലാക്കുന്നില്ല. അവസാനം സർവർക്കും സാക്ഷാത്കാരം ലഭിക്കും. നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ നവാബാകും. അലസത കാണിച്ചാൽ മോശമാകും. ആ പഠിത്തത്തിലും ഇങ്ങനെ സംഭവിക്കും. ഭഗവാൻ പറയുന്നു, ഈ സമയം ലോകം മുഴുവൻ
കാമചിതയിൽ കത്തി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീയെ കാണുമ്പോൾ തന്നെ അവസ്ഥ മോശമായി പോകുന്നു എന്ന് പറയുന്നു. അവിടെ ഇങ്ങനെ അവസ്ഥയൊന്നും മോശമാകില്ല. ബാബ പറയുന്നു, നാമരൂപത്തെ നോക്കരുത്. നിങ്ങൾ സഹോദരനെ നോക്കൂ. ലക്ഷ്യം ഉയർന്നതാണ്. വിശ്വത്തിന്റെ അധികാരി ആകണം. എങ്ങനെയാണ് ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിന്റെ അധികാരി ആയത് എന്നൊരിക്കലും ആരുടെയും ബുദ്ധിയിൽ ഇങ്ങനെ വരാറില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിന്റെ അധികാരി ആക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ സർവഗുണ സമ്പന്നമായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരെയാണോ നിങ്ങൾ ന്യൂ ബ്ലഡ് അല്ലെങ്കിൽ പുതിയ തലമുറ എന്ന് വിചാരിക്കുന്നത്, അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗാന്ധിജി ഇതാണോ പഠിപ്പിച്ചിട്ട് പോയത്? രാമരാജ്യം ഉണ്ടാക്കാനും യുക്തി വേണം. ഇത് ബാബയുടെ തന്നെ കർത്തവ്യമാണ്. ബാബ സദാ പാവനമാണ്. നിങ്ങൾ 21 ജന്മം പാവനമായിട്ട് പിന്നെ 63 ജന്മം പതീതമായി മാറുന്നു. മനസ്സിലാക്കി കൊടുക്കുന്നതിലും അത്രയും സന്തോഷമുള്ളവരാകണം. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ പാവനമാകൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തന്റെ അവസ്ഥ സദാ ഏകരസവും അചഞ്ചലവും ആക്കുന്നതിനു വേണ്ടി ഒരാളുടെയും നാമരൂപത്തെ നോക്കരുത്. സഹോദരനെ നോക്കൂ. ദൃഷ്ടിയെ പാവനമാക്കൂ. മനസ്സിലാക്കി കൊടുക്കാനുള്ള യുക്തി ധാരണ ചെയ്യൂ. 2. ബാബയുടെ സ്നേഹം പ്രാപ്തമാക്കുന്നതിനു വേണ്ടി ബാബയ്ക്ക് സമാനം സേവനം ചെയ്യണം. ആസുരീയ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തണം. സുന്ദരമായി മറ്റുള്ളവരെയും ആക്കണം. വരദാനം: തന്റെ സരള സ്വഭാവത്തിലൂടെയും ശുഭഭാവനയിലൂടെയും ഭോലാനാഥനായ ബാബയുടെ സ്നേഹത്തിന്റെ അനുഭവം ചെയ്യുന്ന ആകർഷണമൂർത്തിയായി ഭവിക്കൂ. ഭോലാനാഥനായ ബാബയ്ക്ക് ഏറ്റവും പ്രിയം നിഷ്കളങ്കരായ കുട്ടികളെയാണ്. നിഷ്കളങ്കർ അർത്ഥം ആരാണോ സദാ സരള സ്വഭാവവും ശുഭഭാവനയും സ്വച്ഛതാ സമ്പന്നവും മനസ്സും കർമ്മവും രണ്ടിലും സത്യതയും ശുദ്ധതയും ഉള്ളവർ. ഇങ്ങനെയുള്ള കുട്ടികൾ ആകർഷണമൂർത്തിയായി ബാബയെപ്പോലും തന്നിലേക്ക് ആകർഷിക്കുന്നു. ഭോലാനാഥനായ ബാബ ഇങ്ങനെയുള്ള സരള സ്വഭാവമുള്ള കുട്ടികളുടെ ഗുണങ്ങളുടെ മാല സ്മരിക്കുന്നു. ഭഗവാന് നിഷ്കളങ്കത്വം ഇഷ്ടമാണ്. താങ്കൾ കുട്ടികൾ തന്റെ നിഷ്കളങ്കതയിലൂടെയാണ് ഭഗവാനെയും മോഹിപ്പിച്ച് സ്വന്തമാക്കിയത്. സ്ലോഗൻ: തന്റെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ഗുണം അല്ലെങ്കിൽ ശക്തികളുടെ സമ്മാനം വിതരണം ചെയ്യുന്നത് തന്നെയാണ് ശുഭഭാവന, ശുഭകാമന. ഓം ശാന്തി.